കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും പാണത്തൂർ റൂട്ടിൽ 31 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 18-ാം മൈൽ എന്ന ചെറിയൊരു ജംഗ്ഷൻ കാണാം. ജില്ലയിലെ തന്നെ ഒരു അപ്കമിംഗ് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ ജംഗ്ഷൻ. കാസർഗോഡ് ജില്ലയിലെ പ്രശസ്തമായ മലയോര ഹൈവേ ആരംഭിക്കുന്നതും ഈ ജംഗ്ഷനിൽ നിന്നാണ്. ഈ നാടിൻ്റെയും പാതയുടെയും എല്ലാമായിരുന്ന ജോസഫ് കനകമുട്ടയെന്ന വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. കാസർഗോഡ് ജില്ലയിലെ വളർന്നു വരുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ മരുതോം തട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. മലയോര ഹൈവേ യാഥാർത്ഥ്യമായതോടെ മരുതോം തട്ട് ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് പോലെ കാസർഗോഡ് ജില്ലക്കാരുടെ ഒരു ഹൈവേ ട്രാവൽ ടൂറിസം ഡെസ്റ്റിനേഷനായി ഈ പ്രദേശം മാറുകയാണ്. പാതയ്ക്കിരുവശവും പച്ചപ്പിൻ്റെ സമൃദ്ധമായ കാഴ്ചകളാണ്. മലയോര കർഷകരുടെ അധ്വാനത്തിൻ്റെ പ്രതീകങ്ങൾ. പകരം വയ്ക്കുവാനില്ലാത്ത കാഴ്ചകളാണ് ഈ ഹൈവേ നമുക്ക് സമ്മാനിക്കുന്നത്. കാസർഗോഡൻ മലനിരകളുടെ അപമമായ സൗന്ദര്യം നമ്മുടെ കാഴ്ചകളെ ത്രസിപ്പിക്കുന്നു. കാസർഗോഡിൻ്റെ കൂർഗ് എന്നാണ് മരുതോം തട്ട് അറിയപ്പെടുന്നത്. ദക്ഷിണ കർണാടകയിലെ കുടക് മലനിരകളോട് ഏറെ സാദൃശ്യമുള്ള ഒരു ഭൂപ്രദേശം. കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ജില്ലയായ കാസർഗോഡിനെ അധികം വിനോദസഞ്ചാരികളാരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് തോന്നും. കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ കാസർഗോഡ് ജില്ലയ്ക്ക് വലിയ പ്രാധാന്യവുമില്ല. എന്നാൽ കാഴ്ചയുടെ വലിയൊരു കലവർ തന്നെയാണ് എന്നും കാസർഗോഡ്. മരുതോം തട്ട് എന്ന ഈ കൊച്ചു പ്രദേശത്തിൻ്റെ സൗന്ദര്യം നുകരുവാൻ സഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ ചുരുക്കം ചില കടകളും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മലയോര ഹൈവേക്ക് ഇരുവശവുമുള്ള വനപ്രദേശങ്ങളും വ്യൂ പോയിൻറ്റുകളും കൃഷിയിടങ്ങളുമൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു അപ്കമിംഗ് വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ എല്ലാ അടയാളങ്ങളും മരുതോം തട്ടിലുണ്ട്. അതിൻ്റെ എല്ലാ പുതുമയോടും ഭംഗിയോടും കൂടി ഈ കൊച്ചു ഗ്രാമം സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ്.